നമസ്കാരം. മുക്രാഞ്ചി മൂറൻ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യം കേൾക്കുകയാണ്. എനിക്ക് വളരെ കൗതുകം തോന്നി ഈ വാക്ക് കേട്ടപ്പോൾ. ഈ വാക്കിൻ്റെ അർത്ഥം ഞാൻ തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വൈകാരികമായ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളെയും വിശേഷിപ്പിക്കാൻ ഒരു IAS സാമൂഹ്യ ബോധമുള്ള മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഉദ്ഭവിച്ച ഒരു പദമാണെന്നാണ്. വാസ്തവത്തിൽ പദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. കാരണഭൂതൻ പോലെയുള്ള ഒരുപാട് വാചകങ്ങൾ നമ്മൾ കഴിഞ്ഞ 10 വർഷം കണ്ടതാണ്. ആ ശ്രേണിയിലേക്ക് ഒരു പുതിയ പദമായി നമുക്കിതിനെ എടുക്കാം. ഈ മുക്രാഞ്ചി മൂരൻ എന്ന പദം സൃഷ്ടിക്കുന്ന തരത്തിൽ പിണറായി വിജയനെ തികച്ചും അപഹാസ്യനാക്കി നിർത്താൻ CPM-ലെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എന്തിനാണ് കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ദുരിതകാലത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതിരുന്നിട്ടും പിണറായി വിജയനെ മഹാനാക്കാൻ വേണ്ടി VD സതീശനെ അധിക്ഷേപിച്ചവർ വാസ്തവത്തിൽ പിണറായി വിജയനെ മുക്രാഞ്ചി മൂരനാക്കുകയാണ് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് വഴിയെ പോകുന്നവരൊക്കെ പോയി ഇപ്പോൾ പിണറായിയുടെ പുറത്ത് ചെണ്ട കൂട്ടുന്നത്. ജോളി ഇങ്ങനെ എഴുതി: പാപ്പുവ ഗിനിയുടെ വനപ്രദേശങ്ങളിലുള്ള ഏതോ ട്രൈബൽ ഗ്രൂപ്പുകൾ അവരുടെ മരിച്ചുപോയവരുടെ എന്തൊക്കെയോ പച്ചമരുന്നുകളെല്ലാം പുരട്ടി 1 വർഷത്തോളം ഉണക്കി വെക്കും എന്ന് വായിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലെയും ഞായറാഴ്ച ദിവസങ്ങളിൽ ആ മരിച്ചുപോയവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എല്ലാം ഈ ശവത്തെ ഇടിച്ച് മേക്കപ്പ് എല്ലാം ചെയ്ത് കുട്ടപ്പനാക്കി ഒരു കസേരയിലിരുത്തി മറ്റുള്ളവർ ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കലും പാട്ടും നൃത്തവും ഒക്കെ കളിക്കുമത്രേ. ഇവിടെ ചിലരെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടും ചിലർ വീണ്ടും വൈറ്റ് വാഷ് ചെയ്ത് ഇടയ്ക്കിടെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്ത് പിണറായിയുടെ ഒരു ചിത്രത്തോടെ ജോളി പരിഹസിച്ചത് ഈ മുക്രാഞ്ചി മൂരന്മാരുടെ സൃഷ്ടിയുടെ ഭാഗമാണ്. സംഘപരിവാർ പ്രവർത്തകയായ സുകന്യ കൃഷ്ണ ഇങ്ങനെ എഴുതി: കേരളത്തിലെ വാർത്താ ചാനലുകൾ മിക്കതും കഴിഞ്ഞ സർക്കാർ പ്രളയ സമയത്ത് എന്തോ മലമറിച്ചു എന്ന് പറയുന്നത് കേട്ടു. എന്നാ കോക്കനട്ട് ചെയ്തു എന്നാ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായ ഓരോ ദുരന്തവും കൈയും കെട്ടി നോക്കി നിന്നവനാണ് പിണറായി. കൂട്ടത്തിൽ ഒരെണ്ണം ഉണ്ടാക്കിയതും അങ്ങേരും മന്ത്രിയും കൂടെയാണ്. ദുരിതാശ്വാസ ഫണ്ട് വരെ മുഖ്യമന്ത്രി. നമുക്കൊരു ദുരന്ത സമയ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു, ഓർമ്മയിലെ. ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ബർത്ത്ഡേ പോസ്റ്റ് പോലും നമ്മൾ ഇടാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇട്ടാൽ നാട്ടുകാർ മുഴുവൻ വന്ന് നമ്മളെ തിരുത്തുന്ന ഒരു പ്രോട്ടോകോൾ. ആ സമയത്തെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നതായിരുന്നു പ്രോട്ടോകോളിൻ്റെ പ്രധാന ചട്ടം. ആ പഴയ ദുരന്ത സമയ പ്രോട്ടോകോൾ ഇപ്പോഴും നിലവിലുണ്ട്. ഈ ദുരിതകാലത്തും അത് ബാധകമാണ്. ഭരണം മാറുമ്പോൾ ഇതൊക്കെ മറക്കാമോ സഖാക്കന്മാരെ? അതോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രമാണോ, ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത് ബാധകമാവുക? പ്രിയപ്പെട്ട സഖാക്കളോടാണ്. 10 വർഷമായി നിൻ്റെയൊക്കെ ശല്യം അതീവ രൂക്ഷമാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണം നിൻ്റെയൊക്കെ പാർട്ടിയും. ഇനിയും ശല്യം തുടർന്നാൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി കൈവയ്ക്കും. കുറച്ചൊക്കെ മര്യാദയാകാം ഈ സമയത്തെ. PR വർക്ക് ചെയ്യാൻ സഖാക്കന്മാർ മിടുക്കന്മാരാണെന്നും അറിയാം. ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ ഫാക്ടറിയും ഉണ്ടെന്നറിയാം. ഇപ്പോഴല്ല ഇതിൻ്റെയൊക്കെ സമയം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് യഥാർത്ഥ മുക്രാഞ്ചി മൂരനിലേക്ക് പോകാം. ഈ മുക്രാഞ്ചി മൂരൻ എന്ന പദം സൃഷ്ടിച്ചത് അനന്തു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈ അനന്തു സുരേഷ് കുമാർ നമുക്കറിയാം. VS അച്യുതാനന്ദൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലെ മുഖ്യശില്പികളിൽ ഒരാളായിരുന്ന IAS സുരേഷ് കുമാറിൻ്റെ മകനാണ്. ദിലീപ് കേസടക്കം സുപ്രധാനമായ വിഷയങ്ങളിൽ ചങ്കിൽ കൊള്ളുന്ന പോസ്റ്റുകൾ എഴുതാറുണ്ട്. അതിവൈകാരികമായി തന്നെ കൈകാര്യം ചെയ്യുമ്പോഴും ഫാക്ട്സും സ്റ്റാറ്റിസ്റ്റിക്സും ഉറപ്പാക്കിയാണ് അനന്തു കുറിക്കുന്നത്. അനന്തു വിശദമായി ഇങ്ങനെ എഴുതി: ലോകത്തുള്ള ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാർക്കുള്ള ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ടത് ഈ CPM എന്ന പാർട്ടിക്ക് വേണ്ടി ഈ നാണം കെട്ട PR നാടകങ്ങളും വൈറ്റ് വാഷിംഗ് മഹോത്സവങ്ങളും നടപ്പാക്കുന്ന ഭൂലോക മരവാഴകൾക്കും. കിട്ടുന്ന കാപ്സ്യൂളിൻ്റെ നിറം എന്താണ് എന്ന് പോലും നോക്കാതെ അത് വാങ്ങി വിഴുങ്ങി ഈ ഫേസ്ബുക്ക് അടക്കമുള്ള എല്ലാ സൈബർ ഇടങ്ങളിലും വന്ന് ഛർദ്ദിച്ചു വെക്കുന്ന അറുബോറൻ പുണ്ണാക്കന്മാർക്കുമാണ്. ഡിസാസ്റ്റർ മാർക്കറ്റിംഗ് ആൻഡ് അസോസിയേറ്റഡ് PR വിത്ത് സെൽഫ് ബൂസ്റ്റിംഗ്, അമ്മേനെ കെട്ടിച്ച നാറിപ്പുഴുത്ത വൈറ്റ് വാഷിംഗ് പ്രൊമോഷൻ എന്ന നവീന ആശയത്തിലുള്ള PR അലവലാലിത്തരം ആദ്യമായി വികസിപ്പിച്ച് ലോകത്തിന് സംഭാവന ചെയ്തു എന്നതാണ് 10 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം. നാട്ടിലൊരു ദുരന്തമുണ്ടായാൽ അപ്പോൾ ഇറങ്ങും കോത്താഴത്തെ പുഴുത്ത വാർണീഷും കൊണ്ട് വൈറ്റ് വാഷിംഗ് തുടങ്ങാൻ. ആരും പേടിക്കേണ്ട, ഇവിടെ ഒരു ദൈവം തമ്പുരാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ രാജരാജ പിണറായി തമ്പുരാൻ എന്നാണ്. അദ്ദേഹം നമ്മളെ കാത്തോളുമെന്ന്. പിന്നീട് അങ്ങോട്ട് സ്ലോ മോഷനായി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി, പോസ്റ്റേഴ്സായി, ഫ്ലെക്സായി, റീൽസായി. ഈ കാണിക്കുന്ന വൃത്തികേടിനെ ആരെങ്കിലും ഈ സമയത്ത് ചോദ്യം ചെയ്താൽ അയ്യോ ദുരിത സമയത്ത് രാഷ്ട്രീയം പറയുന്നേ എന്ന് പറഞ്ഞ് ഇതേ PR നാറുകൾ തന്നെ മോങ്ങും.
കൊടും ക്രൂരതയും ശുദ്ധ തെണ്ടിത്തരവുമാണ് കഴിഞ്ഞ LDF സർക്കാരും CPM എന്ന പാർട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വയനാട്ടിലെ ആ പാവം ദുരിതബാധിതരെ വെച്ച് നടത്തിയത്. അന്ന് കണ്ടതും ഇത് തന്നെയാണ്. പിണറായി ദൈവം തമ്പുരാൻ വന്ന് ആ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നു വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് സ്ലോ മോഷൻ. ലോകത്തുള്ള മുഴുവൻ മലയാളികളും കുടുക്ക പൊട്ടിച്ചയച്ച കാശുകൊണ്ടാണ് വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വീട് വെച്ചത് എന്നത് മറന്ന് പിണറായി തമ്പുരാൻ അയാളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ട് വീട് വെച്ചു കൊടുത്തു എന്ന തരത്തിൽ അതിനെ അവതരിപ്പിച്ചു എന്നത് പോട്ടെന്ന് വയ്ക്കാം. അന്ന് CPM-ന്റെയും LDF-ന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കൊണ്ടിരുത്തിയ ആ പാവങ്ങളിൽ എത്ര പേർക്ക് ഇന്നും വീടുകളിൽ കയറി താമസിക്കാനായിട്ടുണ്ട് എന്ന് ഈ നെറികെട്ട PR നാടകങ്ങളും തോന്നിവാസങ്ങളും പടച്ചുവിടുന്ന ഏതെങ്കിലും ഒരു അലവലാതി ഇന്നും ചിന്തിക്കുന്നുണ്ടോ? നീയൊക്കെ സ്ലോ മോഷൻ ഇട്ട് വിറ്റ് കാശാക്കിയതല്ലേ വയനാട്ടിലെ പാവ മനുഷ്യരുടെ കണ്ണുനീർ. ആ മനുഷ്യർ ഇന്നും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള 10 പൈസയുടെയെങ്കിലും ഉത്തരവാദിത്വം നിനക്കൊന്നും ഇല്ലേ ഇടിവെട്ട് വാഴകളെ? എന്നിട്ടിപ്പോ അടുത്ത ഒരു ദുരിതം മുന്നിൽ കാണുമ്പോൾ വീണ്ടും ഇറങ്ങുന്നു ശവന്തീനി കോക്കാച്ചികൾ, അവരുടെ പൊന്നു തമ്പുരാനെ ഒന്നുകൂടി വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ. ചിരിക്കാത്ത ദൈവം തമ്പുരാനെ, ആ കാവലാളിനെ കേരളം ഇന്ന് തിരയുകയാണ് പോലും. കേരളമല്ല, ED ആണ് തിരയുന്നത്. VD സതീശൻ ഇന്ന് തെറ്റുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പിണറായി വിജയൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്നാകുന്നത് എങ്ങനെയാണ് ക്യാപ്സ്യൂൾ വിഴുങ്ങികളായ മൂക്രാഞ്ചി മുറന്മാരെ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോട് താണുകേൺ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഗതികേട് കൊണ്ടാണ്, നിവർത്തികേട് കൊണ്ടാണ് ഇന്നും നിങ്ങൾ നിങ്ങളുടെ പിണറായി തമ്പുരാൻ എന്ന ഈ വിഴുപ്പ് ഭാണ്ഡത്തെ നിങ്ങളിങ്ങനെ നാണം കെട്ട് ചുമക്കുന്നത്. ഇത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ള നട്ടല്ലേ നിങ്ങളുടെ പാർട്ടിയിൽ ഒരുത്തനും ഇന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ജനങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത്. നിങ്ങളുടെ രാജകീയ വിഴുപ്പ് ദയവ് ചെയ്ത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കരുത്. അദ്ദേഹത്തിന് ഇന്ന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നതാണ്. ആ സ്ഥാനത്തിന് നിങ്ങൾക്ക് ഇന്നും അറിയാത്ത ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് സഖാക്കളെ. ആ സ്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ജീവിച്ചു കാണിച്ചൊരു നേതാവുണ്ടായിരുന്നു നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പണ്ട്, സഖാവ് VS അച്യുതാനന്ദൻ. ആ പോരാട്ട ജീവിതത്തിലേക്ക് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടുകളുടെ വ്യാപ്തി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഒരു നാട്ടിലെ ജനങ്ങൾ ഒരു നേതാവിന് കൽപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള നാറിയ വാർണിഷിംഗ് പണി വൈറ്റ് വാഷിങ്ങിനും കണ്ടല്ല. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ഒരു നേതാവുണ്ട് എന്ന വിശ്വാസം ഒരു നേതാവിന് അയാളുടെ ജീവിതം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ജനിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ്. നമ്മുടെ VS അച്യുതാനന്ദൻ നമുക്ക് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ ഈ പിണറായി തമ്പുരാനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും പൂച്ചട്ടി കൊണ്ട് മനുഷ്യന്റെ തലയടിച്ചു പൊട്ടിക്കുന്നത് കണ്ടിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന TP ചന്ദ്രശേഖരനെ 51 കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയതിന് 3-ാം ദിനം കൊലംകുത്തിയെന്നും കൊലംകുത്തി തന്നെയെന്ന് പറഞ്ഞ ആ കൊലക്കേസിലെ പ്രധാന പ്രതികൾക്കെല്ലാം താൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ 1000-ലേറെ ദിവസങ്ങൾ വീതം പരോൾ നൽകി പട്ടാപ്പകൽ ആ പ്രതികൾ പലർക്കും മദ്യസേവ നടത്താനുള്ള അവസരം പോലും ഒരുക്കി കൊടുത്ത ഈ ഡ്രാക്കുളയെ എത്രയൊക്കെ ഇനി വൈറ്റ് വാഷ് ചെയ്തെടുത്താലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുക മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ആയിരിക്കവേ ഇതുപോലെ കേരളത്തിൽ ഒരു പ്രളയമുണ്ടായപ്പോൾ അബ്സല്യൂട്ട് ക്രിമിനൽ മിസ്മാനേജ്മെന്റ് നടത്തി നൂറുകണക്കിന് മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്ത് പ്രതിസന്ധി സമയത്ത് വായിൽ വിരലിട്ട് അണ്ണാക്കിൽ പിരിവിട്ടിയിരുന്ന ഈ മുൻ മുഖ്യൻ അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികൾ തുനിഞ്ഞിറങ്ങി അപകടത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യരെയും കരക്കെത്തിച്ച് ജീവൻ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അന്നും ഈ PR റോക്കറ്റുകൾ ഇറങ്ങിയിരുന്നു. ഒരുവിധം ഞങ്ങളുടെ പിണറായി ദേവൻ തമ്പുരാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും രക്ഷിച്ചെടുത്തു എന്ന് ബ്ലോക്ക് ബസ്റ്റർ PR ക്യാമ്പയിനുമായി എത്രയൊക്കെ തലകുത്തി നിന്ന് വെളുപ്പിച്ചെടുത്താലും സാധാരണ മനുഷ്യരുടെ മര്യാദയ്ക്ക് പെരുമാറാൻ പോലും അറിയാത്ത ഈ മനുഷ്യമുഖമുള്ള ചോര കുടിക്കുന്ന ഡ്രാക്കുളയെ കേരളം പുറം കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞതാണ്. അതിലിനി ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മനുഷ്യരോട് പോട്ടെ, ഒരു മൈക്ക് സെറ്റിനോടെങ്കിലും മര്യാദയ്ക്ക് പെരുമാറാൻ അദ്ദേഹത്തിന് ഇന്നും സാധിക്കുമോ? അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ CPM-നോട് അപേക്ഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മരണം വരെ നിങ്ങൾക്ക് അദ്ദേഹം സുഖമായി ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യതയുണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ പാർട്ടി നശിച്ച് നാറാണക്കല്ലെടുത്താലും നിങ്ങൾക്ക് ഒരു ചുക്കുമുണ്ടാകില്ല. പക്ഷെ ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഈ വിഴുപ്പ് ഭാണ്ഡം അടിച്ചേൽപ്പിക്കരുത്. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ മണ്ണുണ്ണി മാഷിനെ മാറ്റി ഈ പിണറായി തമ്പുരാനെ പിടിച്ച് വീണ്ടും നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആക്കേ. അതുമല്ലെങ്കിൽ പിടിച്ച് നിങ്ങളുടെ അന്തർദേശീയ ജനറൽ സെക്രട്ടറി ആക്കേ. അതാവുമ്പോൾ നിങ്ങൾ മാത്രം ചുമന്നാൽ പോരെ, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ ചുമക്കേണ്ടല്ലോ. അതല്ലേ സഖാക്കളെ ഹീറോയിസം, ലാൽ സലാം. ഇതിൽ കൂടുതൽ ഒന്നും
വിശദീകരിക്കാൻ ഇല്ലാത്തതിനാൽ സുല്ലിട്ട് അവസാനിപ്പിക്കുന്നു.